ഹലോ, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പറായിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കാൻ പോയിട്ട്, മുല്ലപ്പൂ മാത്രമല്ല മുല്ലമൊട്ടും ഉണ്ട്. അപ്പോൾ ഒരു 5-6 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ ഞാൻ ഇതിൽ മടക്കണ പോലെ മടക്കണം. അപ്പോൾ ഞാൻ മടക്കേണ്ടത് എങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെ തന്നെ ചെയ്താൽ മതി. കാരണം ഞാൻ പറഞ്ഞതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവുള്ളൂ. അപ്പോൾ അത് മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിലൊരു ഇതള് പോലെ കിട്ടും. എന്നിട്ട് ആ വേസ്റ്റ് പേപ്പർ നമ്മൾ മാറ്റി വെക്കണ്ട. അത് വെച്ചിട്ടാണ് നമ്മൾ മുല്ലപ്പൂവിന് മൊട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പേപ്പർ കിട്ടും. ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പിരിച്ചു വിടുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 3-4 ടിഷ്യൂ പേപ്പർ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പേപ്പർ എടുത്തിട്ടാണ് ഞാൻ ചുരുട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടി കട്ടിയിൽ മുല്ലപ്പൂ പോലെ നിൽക്കുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ മുല്ലപ്പൂ പോലെ ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ വരും ലാസ്റ്റ്. അപ്പോൾ എല്ലാ പേപ്പറും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബാക്കിയുള്ള ബാലൻസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഏതെല്ലാം പോലത്തെ ടിഷ്യൂ പേപ്പർ ഉള്ളത് ഞാൻ വെട്ടി പഠിച്ചപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേസ്റ്റ് കൊണ്ട് നമുക്ക് മുല്ലപ്പൂ ഉണ്ടാക്കാമെന്നുള്ളൊരു മൈൻഡിൽ വന്നപ്പോൾ ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്തൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ. മടക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും ഞാൻ വിവരിക്കുന്നില്ല കേട്ടോ. കാരണം അത് എനിക്ക് പറയാനും കൺഫ്യൂഷനാവും, നിങ്ങൾക്കത് കേട്ടാലും കൺഫ്യൂഷനാവും. എന്നിട്ട് അതിതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ജസ്റ്റ് കുറച്ച് കട്ട് ചെയ്യലും ഇങ്ങനെ ചില്ലറ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ കുറച്ച് സമയം വേണം. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റൊക്കെ ഇതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ മടക്കുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ഒരു പേപ്പർ മാത്രമാണ് കേട്ടോ ലാസ്റ്റ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വേസ്റ്റുള്ള ഈ കട്ട് ചെയ്ത് വെച്ച് ബാക്കി പേപ്പറിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആ നല്ല പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു മൊട്ട് പോലെ കിട്ടിയില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2-3 ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വേസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് ചുരുട്ടി കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പണി. എന്നിട്ടൊന്ന് അതിൻ്റെ അറ്റത്തൊന്നും പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മുല്ലുമൊട്ടിൻ്റെ അതുപോലെ തന്നെയുള്ളൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 2-3 മുട്ട് ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് ഞാൻ മുല്ലപ്പൂ ഉണ്ടാക്കിയതിനേക്കാളും ഇഷ്ടമായത് മുട്ടുണ്ടാക്കിയപ്പോൾ കേട്ടോ. ഒരു ഒറിജിനാലിറ്റി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതന്നെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വേറൊരു പണിയൊന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഐറ്റം കേട്ടോ. പക്ഷെ നല്ല രസമാണത് ചെയ്തിരിക്കാൻ. വെറുതെ നമുക്ക് സമയം പോകാനൊക്കെ നല്ല രസം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്കും അടിപൊളിയാണ്. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് വലിയ ലുക്കൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പോയതറിഞ്ഞില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്യാത്ത പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ 2-3 മുട്ടൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ റിപ്പീറ്റഡായി ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് മുട്ടും കുറേ ഏതെള്ളമല്ല പൂക്കളൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി വേസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ. ചിലപ്പോൾ മുട്ട് മാത്രം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു അടിപൊളി വഴിയാണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതായത് കുറച്ച് പേപ്പേഴ്സ് കുറച്ച് വലുതാക്കിയിട്ടും കുറച്ചെണ്ണം ചെറുതാക്കിയിട്ടും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് എല്ലാ സൈഡും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ കുഞ്ഞു പേപ്പറുകളൊന്നും പുറമേ കാണില്ലല്ലോ, അതും ചുരുട്ടി കൂട്ടി ഉള്ളിൽ വയ്ക്കാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചുരുട്ടി കൂട്ടിയിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ആ മടക്കുമ്പോൾ വലിയ വൃത്തിയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ പുറമേയുള്ള ടിഷ്യൂ പേപ്പറിലാണ് കുറച്ച് നീറ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചുരുട്ടി കൂട്ടാൻ വലിയ നീറ്റ്നെസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ മുട്ടുകളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതൊരു ഒറിജിനൽ ലുക്ക് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. കാരണം ഒരു പച്ച കളറും കൂടി ആയാലാണല്ലോ നമ്മുടെ മുല്ലമൊട്ടും മുല്ലപ്പൂവും ഒക്കെ ഫൈനലായിട്ട് നല്ല ഒറിജിനാലിറ്റിയോടെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചയും ഒരു മഞ്ഞയും കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കളറ് മിക്സ് ചെയ്തപ്പോൾ എന്തോ ഒരു അപാകത പോലെ തോന്നി. കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാനുള്ളൊരു മൈൻഡില്ലേ. വേണമെങ്കിൽ ഇത് തലയിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ തലയിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കങ്ങനെ മുല്ലപ്പൂ വെക്കാൻ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്കൊരു ആഗ്രഹത്തിന് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഓരോ മുല്ലപ്പൂവിലും മുല്ലമൊട്ടിലും ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പണി നമുക്ക് അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൈ പിടിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും പച്ച കളറാവും. അപ്പോൾ അതൊരു വൃത്തികേടാവും. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ച് ചെയ്യുക. ശരിക്കും മുല്ലമൊട്ട് അതുപോലെ ഒറിജിനാലിറ്റി ഇല്ലേ. മുല്ലപ്പൂവിന് എനിക്കത്ര തോന്നിയില്ല, എന്നാലും
ഭംഗിയുണ്ട്, കുഴപ്പമില്ല. നമ്മളുണ്ടാക്കുമ്പോൾ മോശം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പച്ച കളറിന് എന്തോ ഒരു അപാകത ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ, അതോ എൻ്റെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്നറിയില്ല. എന്നിട്ട് ഞാനൊരു പച്ച കളറ് നൂല് വെച്ചിട്ട് തന്നെ ഇരുന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ മുല്ലപ്പൂ കെട്ടാൻ അറിയാം അതുപോലെ തന്നെ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു വീഡിയോ നോക്കിയിട്ട് പുതിയൊരു ഐഡിയ ഞാൻ ചെയ്ത് നോക്കുക കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നൂല് ഇതുപോലെ 2-3 എണ്ണാക്കി മടക്കിയെടുക്കുക. ഞാൻ മെഷീൻ്റെ നൂലെടുത്തുകൊണ്ട് കട്ടിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ വൃത്തിയിലെടുത്തിട്ട് അതിൻ്റെ നടുവിൽ ആദ്യം ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് അതിലാദ്യം ഇതുപോലെ കോർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഞാൻ കയ്യിലൊരു കെട്ട് വെച്ചിട്ടുണ്ട്, അപ്പം നടുക്കിൽ കറക്റ്റായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റേതായ ട്രിക്കുകളാണ്. അപ്പോൾ ഇതുപോലെ നടുക്കിൽ ഓരോന്ന് കെട്ടിക്കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കെട്ടുമ്പോൾ നല്ല അടുപ്പിച്ചടുപ്പിച്ചിട്ട് നമ്മൾ സൂചി നൂലും വെച്ച് കോർത്ത പോലെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നല്ല രസമാണ് കാണാൻ. പക്ഷെ ഒത്തിരി മുല്ലപ്പൂവിൻ്റെ അതുപോലെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇങ്ങനെ കോർത്തിട്ടുള്ളൂ. എങ്ങനെയുണ്ട് എന്നൊന്ന് കോർത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സംഭവമൊക്കെ നല്ലതാണ്, പക്ഷെ ഒത്തിരി പൂവുണ്ടെങ്കിലാണ് ഈ ഒരു ഐഡിയ വർക്കാവുള്ളൂ കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ കോർക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സൂചി നൂലും വെച്ച് കോർത്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന്, പക്ഷെ അങ്ങനെയല്ല, കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത്. ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ അത്. കാരണം ആ ഇതളൊക്കെ ഇതുപോലെ ആക്കിയെടുക്കാനും ഇത് കോർക്കാനൊക്കെ അത്യാവശ്യം സമയം എടുക്കും. ഞാനൊരു 1-2 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ നിങ്ങളത് ഒരു 10 മിനിറ്റിനുള്ളിൽ കാണണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം സ്പീഡിലാണ് ഇത് ഇട്ടിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കെട്ടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കെട്ടി ഉണ്ടാക്കിയാലും കുറച്ച് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ചെയ്തെടുത്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇത്ര ആയപ്പോൾ തന്നെ നിർത്തിയിട്ടോ. പിന്നെ വേറൊരു ട്രിക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നൂല് ഇതുപോലെ എടുത്തിട്ടുണ്ട്, എന്നിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടു പോയൊരു കാര്യമാണ് തോന്നുന്നത്. ഞാനിതിൽ കളർ മിക്സ് ചെയ്ത സമയത്തൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടുമായിരുന്നു എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ നൂലെടുത്തിട്ട് അറ്റത്തൊരു കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ പൂവ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വലുതാക്കി കെട്ടിടാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ഇങ്ങനെ കെട്ടിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ റിപ്പീറ്റഡായിട്ട് ഓരോ പൂവ് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കുക കേട്ടോ, കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിതുപോലെ റിപ്പീറ്റഡായിട്ട് കുറച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ മുല്ലപ്പൂവിൻ്റെ മൊത്തം ഞാൻ കെട്ടുന്നുണ്ട് കേട്ടോ. മുല്ലമൊട്ട് ഞാൻ അതുപോലെ തന്നെ ഭംഗിയിൽ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. റിപ്പീറ്റഡായിട്ട് ഒരേ പാറ്റേൺ തന്നെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അഥവാ നിങ്ങൾക്കിതൊന്നും ഇങ്ങനെയൊന്നും ചെയ്ത് ബുദ്ധിമുട്ടണത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സൂചി വെച്ച് കോർത്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയണതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കേൾക്കുന്നുണ്ടെങ്കിൽ അത് വെറും യാദർച്ഛികം മാത്രമാണ് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ അടുത്തതുകൊണ്ടാണ് ഈ പടക്കം പൊട്ടണതിൻ്റെ ഒച്ചയ്ക്ക് ഇതിൽ കേൾക്കുന്നുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ള് കെട്ടിയെടുത്തിട്ട് ഇതാണ് കേട്ടോ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെയൊക്കെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ മുല്ലപ്പൂവാണോ അതോ മുല്ലമൊട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് ഗാർഡനിങ്ങിൻ്റെ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് ഇലയിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.